നമുക്കത് ഇല്ലതാ ഒരുപാട് കുരങ്ങന്മാര് ഇതിന് ശക്തി ഉണ്ടല്ലോ. അത് തുടക്കത്തിൽ ഇതൊക്കെ തന്നു നന്നായി. കൊല്ല് 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 അടിയുടെ പിള്ളേരെല്ലാരും കൂടി. ആ ഫ്രെയിം നോക്ക്, അവൻ തിരിച്ചു കൊടുത്തപ്പോ കാലിച്ച് ചവിട്ടി ചോറാന്ന് വെച്ചാ ഓറ. സോ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പുതിയൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ബ്ലാക്ക് മിത്ത് വുക്കോങ്. ഈ ഗെയിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ എന്താ പറയുക അത്രയ്ക്ക് ഗ്രാഫിക്കലി ഇൻറ്റൻസ് ആയിട്ടുള്ള ഗെയിമാണിത്. എടുത്ത് സ്റ്റാബൊക്കെ എടുത്ത് ഇതുണ്ട് നൈസ്. കുറേ നാളെ ഞാനത് കളിക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അതൊന്ന് കളിക്കാനുള്ള സമയം സംഭവങ്ങളൊക്കെ ഒത്തുചേർന്ന് വന്നത്. ഓക്കെ ഇപ്പോൾ ആ നിൽക്കുന്നവന്മാരൊക്കെ ഉണ്ട്. ഇതൊക്കെ ചൈനീസ് മിത്തോളജിയിലുള്ള എന്തോ വലിയ വലിയ ദൈവങ്ങളാണ്. അപ്പോൾ ഇവന്മാരെ ഇവിടുന്ന് ഒറ്റയ്ക്ക് അവന്മാർ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോവുക ഫൈറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു മൈൻഡ് സെറ്റും വില്ലും ആ കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾ കാണാതെ പോയിരുന്നു. മീൻസ് അത്രയ്ക്ക് അടിപൊളിയാണ്. ഞാൻ വേറൊന്നും പറയില്ല, പറഞ്ഞ് കൊളാകുന്നില്ല. ഇതിനെ ബേസ് ചെയ്ത് ഇഷ്ടംപോലെ സ്റ്റോറി ഉണ്ട്. അതായത് ഒരു ബേസ് സ്റ്റോറി ഉണ്ട് ഇതിന്. മങ്കി കിങ്ങും ഇതിൻ്റെ മെയിൻ ബോർഡ് എർലാങ് എന്ന് പറഞ്ഞ ആരോ കണ്ട. അപ്പോൾ അതുമായിട്ട് മങ്കി കിങ്ങിനെ തോപ്പിക്കുക അങ്ങനത്തെ വലിയ കഥകളൊക്കെ ഉണ്ട് ഇതിന്. ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ എനിക്കില്ല, എന്നാലും എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടാണോ ഇല്ലല്ലോ. ഓക്കെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അത്തി മങ്കി കിങ് ഫ്രെയിമൊക്കെ നൈസറാ, പറക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ട്. ഇത് ആക്ച്വൽ മങ്കി കിങ് ആണെന്ന് തോന്നുന്നുണ്ട്. നിൽക്കുന്ന അമര എൻ്റെ ഒരു പടയാണ് വന്ന് നിൽക്കുന്നത് നമ്മളെ തോപ്പിക്കാനായിട്ട്. നൈസറാ, ഇത്രയും നല്ലൊരു വരവേൽപ്പ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നൈസ്. പിന്നെ ഈ സ്റ്റോറി ആകെ ഇപ്പോഴൊക്കെ കുറച്ച് സ്റ്റോറികളെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി കളിക്കാതെ പോയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഗെയിം പ്ലേ കളിച്ചിട്ട് വലിയ കാര്യമില്ല. ആൻഡ് ഈ സ്റ്റോറി മിസ് ഔട്ട് ചെയ്യരുത്. ദാറ്റ് ഈസ് വൈ വി ആർ പ്ലേയിങ് ദി സ്റ്റോറി. ഓക്കെ My master safe. നൈസ്. എന്തൊക്കെ പറഞ്ഞു ഇത്രയും വലിയ പടയുടെ മുന്നിൽ വന്ന് നിന്നിട്ടാണ് ഈ കഥ പറയുന്നത്. ഓക്കെ, എനിക്ക് ആകെ വേണ്ടത് സമാധാനത്തിലൂടെ ആ മൗണ്ടൻസിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു എന്ന്. മുകളിലുള്ള ആൾക്കാർ എന്നെ വിശ്വസിച്ചില്ല. ഓക്കെ, അതെനിക്ക് മനസ്സിലാവണം, നമുക്കെല്ലാം മനസ്സിലാവും. അതായത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ആൾക്കാരെ വിട്ടിരിക്കുന്നത്. അത് ടോപ്പിൽ ആരോ ഉണ്ട്, ടോപ്പിലുള്ളവനാണ് വിട്ടിരിക്കുന്നത്. അതും എനിക്ക് മനസ്സിലാവും, നമുക്കെല്ലാം മനസ്സിലാവും. മനസ്സിലാവാത്തത് സീരിയസ് ആവുക. അതായത് ഇതൊക്കെ ആരാടാ? അവന്റെ മൂക്കി കയറി പോകാനില്ലല്ലോ. ഞാൻ ഇതുമായിട്ടൊക്കെ അടി വിടണോ തമ്പുരാനെ? അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ ആളുള്ളപ്പോൾ ചില പട്ടികൾക്ക് ചാട്ടം കൂടും. അങ്ങനെ ഒരു പട്ടി ഇവിടെ കിടന്ന് ചാടുന്നുണ്ട്, ഓടിവാ. അതായത് മങ്കി കിങ്ങിൻ്റെ ആൾക്കാരെ വേറെ കുരങ്ങന്മാരൊക്കെ ഇവരെ കൊല്ലുന്നു. അതാണ് ഇവിടെ പ്രശ്നം മങ്കി കിങ്ങിന്. അത് പട്ടി തന്നെയാണോ പ്രേതമാണെന്ന് തോന്നുന്നു. അമ്മാരി ശക്തി നോക്കിയേ. ഏതാ ഗ്രാഫിക്സ്, ഏത് സാധനം നൈസ്. നോട്ടം കണ്ട പേടിച്ചിട്ടില്ല ഒരിച്ചിരി പോലും. ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ഫൈറ്റിനിടയിൽ വേറെ ആരോ പട്ടിയെടുത്ത് മാറിയിരിക്കാം. മട്ടിലെടുത്ത് നോക്കട്ടെ ആരത്. എടാ ഇവനാണ് എർലാങ്. അതായത് എർലാങ്ങിന് 3 കണ്ണുണ്ടെന്നാ പറയുന്നത്. സാധാരണ കുരങ്ങനല്ല, ഒരിക്കൽ ബുദ്ധനെ ഉണ്ടാക്കിയ കുരങ്ങനാണത്. നൈസ്. അത്രയും വലിയ ഞാനല്ലാതെ ഇവിടെ വേറെ ആരും അവൻ്റെ ഡുവലിന് ചലഞ്ച് ചെയ്യാൻ യോഗ്യനല്ലാന്ന്. നൈസ്. ഇതാണ് എർലാങ്. അപ്പ് ഇതാണ് മെയിൻ വില്ലൻ. ഇഫ് ഐ ആം റൈറ്റ്, ഇതാണ് മെയിൻ വില്ലൻ. ഈ പടയോടെ എഴുതിട്ട് നിൽക്കുമ്പോഴും നമ്മൾ തോറ്റു കഴിഞ്ഞാൽ അവർ ഈ മൗണ്ടൻസ് മൊത്തം ലെവൽ ചെയ്യുന്നു. ഞാൻ തോറ്റാൽ ഞാൻ റിവെഞ്ച് എടുക്കും. അത് നമ്മൾ തോറ്റാലും ജയിച്ചാലും ശരി, അവന്മാർ ഈ മൗണ്ടൻസ് ലെവൽ ചെയ്യുന്നു. കൊടുക്കാൻ പറ്റത്തില്ല, ഒന്നേ പറ്റൂ. ആരോ ആണ്, ആരാന്ന് എനിക്കറിയില്ല. ഞാൻ ആരാന്ന് എനിക്കറിയില്ല ഗൈസ്. മുട്ടുകുത്താനാ പറയുന്നത്. ചില ക്യാപ്റ്റൻ അമേരിക്ക കണ്ടു വളർന്ന ഞങ്ങളടുത്ത് മുട്ടുകുത്താൻ നടക്കത്തില്ല, സ്വപ്നത്തിൽ പോലും നടക്കില്ല. അത്രേ ഉള്ളൂ. കളഞ്ഞറാ നൈസടാ. ഏറ്റവും വലിയ കഥ പറയുന്നത്.
Speaking of entertainment, സംസാരിക്കുമ്പോൾ wouldn't it be fun if I pluck your extra eye out for മൂന്നാമത്തെ കണ്ണ് കുത്തി എടുക്കട്ടെ എന്ന് ആരോഗ്യം ഇത്രയും വലിയ പടം നിൽക്കുമ്പോഴാണ് ഈ പറയുന്നത്. ആ ഓറ ഉണ്ടല്ലോ, ഓറ ഫാമി. Those below, those above, and that black mutt of yours. Come at me. ഒരു രക്ഷയിൽ ഇത്രയും പേര് നിൽക്കുമ്പോൾ എല്ലാരെയും എടുത്തു പറഞ്ഞിട്ട് എല്ലാരും കൂടി എന്റെ നേരെ വരാനായിട്ട് തീ 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 കൊടു കൊടു കൊടു. ഞാൻ പറഞ്ഞു ഇതാണ് എർലാങ് എന്ന്. എർലാങ് ദ സീക്രട്ട് ഡിവൈനിറ്റി ഡിവിനിറ്റി. ഓക്കെ, നമുക്ക് കുറെ പവറൊക്കെ ഉണ്ട്. ഞാനൊക്കെ നിമിഷം അനങ്ങാതെയൊക്കെ നിൽക്കുന്നുണ്ടാവുമാര്. മൂന്നാമത്തത് ഇല്ലതാ, ഒരുപാട് കുരങ്ങന്മാര് ശക്തി ഉണ്ടല്ലോ. അത് തുടക്കത്തിൽ ഇതൊക്കെ തന്നത് നന്നായി. കൊല്ല് 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 കൊല്ല്. അടിയുടെ പിള്ളേരെല്ലാരും കൂടി അവൻ ചേട്ടനടിക്കുന്നു. കൊടു കൊടു. ആറവിടെ അനങ്ങാതെ നൈസ് ഫൈറ്റ് തുടക്കത്തിൽ തന്നെ. ഐ ലൈക്ക് ഇറ്റ്, ഐ ലൈക്ക് ഇറ്റ്, ഐ ലൈക്ക് ഇറ്റ്. പൊന്നെ കോമ്പാറ്റ് ഒരു രക്ഷയില്ല. തീയെന്ന് വെച്ചാൽ തീ. 10-10 പോയോ അവൻ? പേടിച്ചോടാതെ ബാഡ് അങ്ങോട്ട്. ആ ഫ്രെയിം നോക്ക്. അവൻ തിരിച്ചു കുത്തപ്പോ കാലിച്ച് ചവിട്ടി ഓറാന്ന് വെച്ചാ ഓറ. ഓറ ഫോമി. നൈസ് ഫൈറ്റ്, ഒരു രക്ഷയില്ല. കുറെ കുരങ്ങന്മാര് വരുന്ന തീ എനിക്ക് ഇഷ്ടായി. ഓക്കെ, അവന് മുക്കാലുള്ള ലൈഫും കൂടെ ഉണ്ട്. നമുക്ക് ഹെൽത്ത് ബാർ ഇല്ല കേട്ടോ, അത് കാരണം നമ്മൾ ചാവത്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. കളി ഇവനെ വെച്ച് പഠിക്കാം. അനങ്ങാതെ കൊടു 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 കൊടു. അവന്റെ ശക്തിയാന്ന് തോന്നുന്നത് നമ്മൾ അനങ്ങാതെ ഇരിക്കുന്നത്. ഓക്കെ, നമുക്കും അവനും അനങ്ങാതെ കൊടുത്തുള്ള ശക്തിയുണ്ട്. വൈദബൈ ഈ ഗെയിമിൽ നമുക്ക് ബ്ലോക്ക് ഇല്ല. എന്ത് അറ്റാക്ക് ആണെങ്കിലും ഡോഡ്ജ് ചെയ്യാനേ പറ്റുള്ളൂ. അതൊരു പ്രശ്നമാണ്. പ്രശ്നമില്ല, അത് പെർഫെക്റ്റ് ഡോഡ്ജ് ആകുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരും. വാ, നമ്മളെ പിള്ളേർ വരട്ടെ. കയറി അടിക്കട പിള്ളേരെ. അവൻ കുറെ നേരം ഞാനായിട്ട് മുട്ടുന്നു. കൂട്ടേടി ഇവിടെ കിടന്ന്. ഇവിടെ നിൽക്കില്ല, ഇങ്ങോട്ടേക്കോ. എൻ്റെ പിള്ളേർക്ക് അടിക്കട്ടെ. കയറി അടിക്ക്. അവൻ ഏറിൽ നിൽക്കുമ്പോൾ ഏറെ ശക്തി ഇതിനൊക്കെ. ഇതോ മിത്തോളജി ഗോഡല്ലേ, ഇത്ര ശക്തിയൊക്കെ പ്രതീക്ഷിക്കാം. ഗോഡ് ലെവൽ ത്രക്കാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറക്ക് അത്യാവശ്യമുണ്ട്, അങ്ങനെ ഇങ്ങനെ തീരത്തില്ലത്. ഏടാ ചവിട്ടി വെളിയിൽ കളഞ്ഞെന്നെ. എൻ്റെ ഗ്രാഫിക്സ് കാർഡിന് ഇതിൻ്റെ ആ ഒരു ലൈറ്റിംഗ് എഫക്റ്റ് ലോഡാക്കാൻ പറ്റുന്നില്ല. സച്ച് എ ഹെവി ഗെയിം. അടിപൊളി ഫൈറ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല. ഇഷ്ടായി, ഐ ലൈക്ക് ഇറ്റ്. Dear brother, your edge needs honing. Good. I was in need of a back scratcher. ഒരു രക്ഷയില്ല. ബ്ലോക്ക് ചെയ്ത് കയറി കൊടുക്കട്ടെ ഒരെണ്ണം. പവറിട്. നൈസടാ. ഇത് എന്തൊക്കെ ശക്തിയാടാ ഞാനീ കാണുന്നത്. ഒന്നുപോലും വിടാതെ എല്ലാം ഞാൻ ഏറ്റുപിടിച്ചിട്ടുണ്ട്. പൊളി സാധനം. അവൻ്റെ മൂന്നാമെണ്ണം തുറക്കുമ്പോൾ ചുവന്ന ശക്തി വരുന്നത്. കൊടു മാർക്കോ കൊണ്ടടൽ. ഒഴിഞ്ഞു മാറി. കൊടു. കുരങ്ങന്മാർ വന്നിട്ടുണ്ട്. ഓടിയോടാ പിള്ളേരെ, പോയി അടിക്കടാ. അവന് ഒടുക്കത്തെ ശക്തി. ഒരുത്തനാണ് അടിക്കുന്നത്. എല്ലാരും കൂടെ കയറി കൂട്ടടിയായി. ഒരു 10% ലൈഫെന്ന് പറഞ്ഞ ആ അടിയിൽ. നൈസ്. ഇതിനിടയിൽ നിന്നിട്ട് എനിക്കറിയാൻ വയ്യ ഞാൻ ഇതിനകത്ത് ഏതാണെന്ന്. പോയാല ഇരിച്ചു കൂടെ ലൈഫുള്ളൂ. ഇതിപ്പോൾ തൂക്കും. നൈസറാ, പെർഫെക്റ്റ് ഡോഡ്ജ്. അങ്ങനെ കൊന്നുകളണ്ട, ലൈഫ് തീരാറായി. കുറച്ച് പതുക്കെ അടിക്കുക. മറിക്കോ. അല്ല പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ അടിയടാ. തൊട്ട് നോക്കടാ, അത്രേ ഉള്ളൂ. നൈസായിട്ട് തൂക്കണം. ഇനി ഒഴിഞ്ഞു മാറുള്ള അടിയാ ഞാൻ. കണ്ട കൊടു. ഫ്രെയിം നൈസ് കേട്ടാ. അടി മാറി, ആകാശത്തിന് മാറി എയറിലായി. ആ ലൈറ്റ്നിങ് എഫക്റ്റ് അൺറിയൽ എഞ്ചിൻ 5 വെച്ച് കണ്ടാണത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടത്. അതിൻ്റെതായ ലൈറ്റ്നിങ് എഫക്റ്റ് എൻ്റെ ഗ്രാഫിക്സ് കാർഡിന് ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല.
അതൊന്നും പിക്ചറിൽ വരുന്നില്ല. മോനെ അതിന്റെ ആ ഒരു പവറിന്റെ ഷോക്ക് വേവ് കാരണം അത്രയും വലിയ തടിയന്മാർ വരെ വീണ്. ഏതാ ബാറ്റില് മറ്റോമാരിവിടെ കളത്തിലിറങ്ങി പണി കിട്ടിയല്ല. മൈ ഗോഡ്, വാട്ട് എ സീൻ, വാട്ട് എ സീൻ. എന്തോ കോടാലി ഇറക്കിയിട്ടുണ്ട്. ടേസ്റ്റ് മൈ ആക്സ്. മാർവലസ്. അതിന്റെ പവർ നോക്കി, മലയാണ് പിളർന്നു കിടന്നത്, മല. മാർവലസ് ഫൈറ്റ് സീൻ, ഒരു രക്ഷയില്ല. എല്ലാരും കൂടി നമ്മളെ ഒറ്റയ്ക്ക്. അതാണ് ഇത്രയും പേരെ അടിക്കുന്നത് പോലല്ല, ശരിയാണ്. ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റുന്നില്ല. ചോണ ഉണ്ടെങ്കിൽ വുഡ്സിൽ, അതായത് കാട്ടിലോട്ട് വന്ന് മുന്നോട്ട് ഫൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. എല്ലാം കൂടെ വരുന്നത്. അവിടെ നിന്ന് ഇവനെ ഒറ്റയ്ക്ക് നോക്കാം. ഏതായിരുന്നു ഫൈറ്റ്, ഒരു രക്ഷയില്ല. എല്ലാവരും മുന്നിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടി. ഇതിപ്പം വലിയാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ വലിയല്ല. കണ്ണ് കാണാത്തോണ്ട. സത്യം സത്യം. ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടെ. നമ്മളേതാ എന്തുപറ്റി? അവനങ്ങ് ദൂരെയാണല്ലോ. ഇത് നമുക്കെന്താ എവേക്കണിങ് ആണെന്ന് തോന്നുന്നു. ഇല്ലടാ, തലവേദന എടുക്കുന്ന. മറ്റേ വിജയുടെ സിനിമയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തലവേദന എടുക്കുമല്ലോ, അതിനൊക്കെ എന്തോ സംഭവം വന്ന്. ഏടാ 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 വീക്കായി നിൽക്കും. മറ്റേ കിട്ടി, കണക്കിന് കിട്ടി. അതായത് എന്തോ സംഭവം സംഭവിച്ചപ്പം മറ്റവൻ എന്തോ ചെയ്തു. മറ്റവൻ അവൻ്റെ മോസ്റ്റ് പവർഫുൾ അറ്റാക്ക് വെച്ച് കുത്തി. അതിൽ ഞാൻ താഴെ വീണു. അതുപറ്റി പെട്ടെന്ന് എല്ലാം മാറിയല്ലോ. എടാ, സുൻ വൂക്കോങ്ങിന്റെ അവസാനത്തെ കഥ അവിടെ നിന്നു. അതായത് ആ അടിയിൽ നമ്മൾ തോറ്റു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വിഷമായി പോയി. അതായത് അങ്ങനെ അടി കൊണ്ട് തോറ്റതല്ല, അതൊരു എന്തോ സംഭവം സംഭവിച്ചപ്പോ അവന്റെ അടി വാങ്ങേണ്ടി വന്നു, വേറെ വഴിയില്ലാതെ. എന്തൊക്കെയാ പറയുന്നുണ്ട് അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും മനസ്സിലായ പോലെ ഇരിക്കാം. Little did he know, his choice to forgo the life above only fueled their mistrust. അറിയാത്ത എന്തൊക്കെയോ സംഭവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഗ്രാഫിക്സ് ഒന്നും ഒരു രക്ഷയില്ല. തീ തീ തീ. എനിക്ക് ഗോസ്റ്റ് ഓഫ് സുഷിമയിലെ ആ ഒരു ഇൻട്രോ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ വൂക്കോങ്ങിൻ്റെ ഇൻട്രോയും പിടിച്ചിരുത്തി കളഞ്ഞു. നൈസ് ഇൻട്രോ. ഈ സ്റ്റോറി അറിഞ്ഞിട്ട് ഗെയിം പ്ലേ കളിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ, എന്നിട്ട് വെടി വെക്കാൻ കയറാം. വർഷങ്ങളായിട്ട് കല്ല് അവിടെ തന്നെ ഉണ്ടെന്ന്. അതായത് അവന്റെ അവശിഷ്ടങ്ങൾ ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ആരെ വൂക്കോങ്ങിന് അപ്പം മരിച്ചു തോന്നുന്നു. വൂക്കോങ് കുറെ കുരങ്ങന്മാരുണ്ട് ബാക്കിലെ പടിയും കൊണ്ട്. ശരീരം ബ്രോക്കായി പോയാലും സ്പിരിറ്റ് ഇപ്പോഴും ഉണ്ട്. 6 റെലിക്സ് ആയിട്ട് എവിടെയൊക്കെയോ ഒളിച്ചു നിൽപ്പുണ്ടെന്നാ പറയുന്നത്. 6 റെലിക്സ് ആയിട്ട് ഇവന്റെ സ്പിരിറ്റ് ഇപ്പോഴും ഉണ്ടെന്ന്, ശരീരം നശിച്ചുപോയാലും. ഗ്രേറ്റ് സേജിന്റെ 6 സെൻസസ് എന്നറിയപ്പെടുന്നതാണ്. എടാ, ഇതാണെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ ഇതാണ് കേട്ടോ നടൻ. നൂറ്റാണ്ടുകളായിട്ട് ഇത് അതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. അത് ആർക്കും ആ ഒരു എനിക്ക് വയസ്സായി, എനിക്ക് പോകാൻ പറ്റാത്ത പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്ന് ഒരു ഭ്രാന്തനെ പോലെ അല്ലേ? നൈസ്. നിങ്ങളിൽ ഒരാൾ ചിലപ്പം വിധിക്കപ്പെട്ടവനായിരിക്കാന്ന്. എടാ, അവന്റെ എല്ലാ ശക്തികളും സ്കാറ്റർ റിലിക്സ് റിക്കവർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് എന്താ പറയാ, ചോസൻ വണ്ണായിരിക്കും നിങ്ങളിൽ ഒരാൾ. നിങ്ങളുടെ ചിലപ്പം മങ്കി കിങ് ഒന്നും കൂടി പുനർജനിച്ചേക്കാന്ന്. തീ. നൈസ്. ബ്ലാക്ക് വിത്ത് വൂക്കോങ്. തീ. എൻട്രി ഒരു രക്ഷയില്ല. ടോപ്പ് നോച്ച് ടോപ്പ് നോച്ച് ടോപ്പ് നോച്ച്. തീപ്പൊരി. സുഷിമ ഇതും കളിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല എൻട്രി കിട്ടിയത് എനിക്ക് ഇവിടെയാണ്. ഒരു രക്ഷയില്ല ഗൈസ്. 10ൽ 10 മാർക്ക്.
സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. ബാക്കി ഇനി ഗെയിം പ്ലേയും ഇഷ്ടംപോലെ ബോസ് ഫൈറ്റൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ എന്താണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പം പറ്റുന്നവർ വീഡിയോ ഹൈപ്പ് ചെയ്യുക. അപ്പം see you.